Hey guys, welcome back to the translation series of English Ladder. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാസ്കും ക്ലോത്ത് ബാഗും പൈസ എല്ലാം എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. വലിയ കാര്യമായിട്ട് ഇറങ്ങിയതാ. ഞാൻ നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും കട അടച്ചിട്ടിരിക്കുക. ഞാൻ അവിടെ എത്തിയപ്പോൾ കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? The shop was closed when I reached there. The shop was closed when I reached there. എത്തിയപ്പോൾ നിലവിനെ reached എന്നാണ് കേട്ടോ പറയുന്നത്. കട അടച്ചിട്ടിരിക്കുന്നത് കണ്ട് ഞാൻ വിഷമിച്ച് അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് കടയുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്നോട് പറഞ്ഞു, കുറച്ചുകൂടി നേരത്തെ വരായിരുന്നില്ലേന്ന്. കുറച്ചുകൂടി നേരത്തെ വരായിരുന്നില്ലേന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? You could have come a bit earlier. You could have come a bit earlier. അങ്ങനെ കുറച്ചു നേരം ചേച്ചിയോട് സംസാരിച്ച് നിന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കുറച്ചപ്പുറത്തേക്ക് നടന്ന വേറൊരു കടയുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു. അങ്ങനെ അവിടെ എത്തി. ഞാൻ വെജിറ്റബിൾസ് വാങ്ങാൻ വേണ്ടിയാണ് കേട്ടോ പോയത്. അപ്പോൾ ആ കടയിലെ ചേട്ടനോട് എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ബീൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ എന്തുണ്ട്? ഇതൊന്നും എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ വേറെ എന്തുണ്ട് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? What else do you have? What else do you have? Got it? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ചേനയുണ്ട്, ചീരയുണ്ട്, കോവയ്ക്കുണ്ട്. ഞാൻ കുറച്ച് ചീരയും കുറച്ച് ക്യാരറ്റ്സും വാങ്ങി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ബ്രദർ സ്കൂളിലെ പ്രോജക്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവൻ എന്നോടൊരു ഡൗട്ട് ചോദിച്ചു, നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രൈം മിനിസ്റ്റർ ആണെന്ന്. നിങ്ങൾക്കറിയോ നരേന്ദ്രമോദി എത്രാമത്തെ പ്രൈം മിനിസ്റ്റർ ആണെന്ന്? നമ്മുടെ പ്രശ്നം അതല്ല. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ചോദിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ തന്നെ പറയാം. വാട്ട് ഈസ് ദി ഓർഡിനൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഓർഡിനൽ നമ്പർ ഓഫ് നരേന്ദ്രമോദി അമംഗ് ദി പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ? ഗോട്ട് ഇറ്റ്? ഇത് തന്നെ വേറെ കുറച്ച് രീതിയിൽ കൂടെ ചോദിക്കാം കേട്ടോ. നമുക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട. ഈ ഒരു രീതി മൈൻഡിൽ വയ്ക്കുക. അങ്ങനെ നടന്ന് ഞാൻ ക്ഷീണിച്ചാട്ടോ വന്നത്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണിൽ പോയിട്ട് മമ്മിയോട് എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഷീ സെഡ് ഇറ്റ്സ് ബീഫ്. എനിക്കാണെങ്കിൽ ബീഫ് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ബീഫ് ഒഴികെ വേറെ എന്തും കഴിച്ചോളാം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വഴക്കായി കേട്ടോ. പക്ഷേ ഈ ബീഫ് ഒഴികെ വേറെ എന്തും കഴിക്കാമെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? I'll eat anything but beef. I'll eat anything but beef. എന്തെങ്കിലും ഒഴികെ മറ്റെന്തും എന്ന് പറയാൻ വേണ്ടി നമ്മൾ എനിത്തിങ് ബട്ട് എന്നുള്ളത് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എനിവെയർ ബട്ട്. അപ്പോൾ എനിവെയർ ബട്ട് എന്നുള്ളത് എങ്ങനെ യൂസ് ചെയ്യാം? ഐ വിൽ ഗോ എനിവെയർ ബട്ട് ദ മാർക്കറ്റ്. അപ്പോൾ ഞാൻ കടയിലൊക്കെ പോയി മടുത്തു, മാർക്കറ്റിൽ ഒഴികെ വേറെ എവിടെയും പോകാമെന്നുള്ളത് പറയാൻ വേണ്ടി യു ക്യാൻ യൂസ് ദിസ്. ഐ വിൽ ഗോ എനിവെയർ ബട്ട് ദ മാർക്കറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെയുള്ള സിമിലർ സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദീസ് സെൻറ്റൻസസ് ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി ഇൻ ഇംഗ്ലീഷ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ.